مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام كشف الحجاب فلاحت الشهرات ودنا الوصال وسالت الأبرات فترنمت كل القلوب بوصفها وترنحت فاحمرت الوجنات واستعذبت لغة الغرام بوصفها فتمايلت بمديحها السعادات حرم की ज़मीन और कदम रख के चलना अरे सर का मौका ओ जाने वाले तू जिंदा है वल्लाह तू जिंदा है वल्लाह मेरे चश्मे आलम से छुप जाने वाले मैं मुजरिम हूँ आका मुझे साथ ले लो के रस्ते में जा बजा थाने वाले अम्मा बाबा ആദരണീയനായ സയ്യിദ് അവറുകളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ സിറാജുൽ ഹുദ സ്ഥാപനങ്ങളുടെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ആത്മീയ ഭാഷണ വേദിയിലാണ് നാം ഉള്ളത്. വൈജ്ഞാനിക ചർച്ചകൾക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേദിയാകുന്ന ഈ സ്ഥലത്ത് വൈജ്ഞാനികവും ഗഹനവുമായ പുതിയ ഒരു വിഷയ സമർപ്പണത്തിലേക്ക് കടക്കാൻ ആരോഗ്യമുള്ള ആളുകളല്ല സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തിനു നൽകിയ പരിജ്ഞാനത്തിന്റെയും വൈജ്ഞാനിക സംഭാവനകളുടെയും സമകാലിക അവതരണങ്ങളുടെ തട്ടകത്തിലാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നാം നിലകൊള്ളുന്നത്. ഈ വേദിയിൽ പുതിയ ഒരു വിഷയത്തിലേക്കോ
പുതിയ ഒരു അവതരണത്തിലേക്കോ അല്ല കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആത്മീയതയുടെ നിറധരികളായി മാറേണ്ട സദസ്സുകളിൽ അനുഗ്രഹത്തിന് വേണ്ടി ചില ശകലങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെ പ്രപഞ്ചത്തോട് അരികിൽ നിന്നുകൊണ്ട് അല്പം ചില വർത്തമാനങ്ങൾ അവിടുത്തെയുടെയും ഈ സദസ്സിന്റെയും അനുഗ്രഹം കാംക്ഷിച്ചുകൊണ്ട് കൈമാറുകയാണ്. കാരണം ഇവിടെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ വൈജ്ഞാനിക ചർച്ചകളുടെ ഏറ്റവും വലിയ ഒരു തട്ടകം, അതോടൊപ്പം ഞാൻ തൊടുന്ന വിഷയം ലോകത്താരും തൊട്ടിട്ട് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിഷയപ്രപഞ്ചം. അതിൽ നിന്ന് വിദ്യാർത്ഥികളായ നമ്മളുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ അല്പം ചില വാചകങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു പരാമർശത്തെക്കുറിച്ച് മാത്രം ചില അനുബന്ധങ്ങൾ വായിക്കുകയും കൈമാറുകയും ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ മഹത്വം വാഴ്ത്തിക്കൊണ്ട് ഖുർആൻ ലോകത്തോട് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രൗഢമായ ഐഡന്റിഫിക്കേഷനാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ ലോകത്തിന് കാരുണ്യമായിട്ട് മാത്രമേ അയച്ചിട്ടുള്ളൂ. ഈ പരാമർശത്തിന്റെ അരികിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ വിവിധ തലങ്ങളെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്താൽ അത്ഭുതത്തോടുകൂടിയാണ് വിഷയം നമ്മെ അഭിമുഖീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ വ്യാപ്തിയെ, അതിന്റെ വിശാലതയെ, അതിന്റെ സമ്പൂർണതയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രയോഗം നടത്തുന്നത്. അല്ലയോ പ്രവാചക പ്രഭോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഏറ്റവും വലുത് റിസാലത്ത് എന്ന പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റേതെങ്കിലും വിശേഷണങ്ങൾ പകരം വെച്ചാൽ അത് മതിയാകുമോ എന്ന ഗഹനമായ ചർച്ചകൾ പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഹൃദയാവരിക്കുന്നതിന്റെ ആദ്യത്തെ നിമിഷത്തിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട അപദാനത്തിന്റെ ആകത്തുകയാണ് റിസാലത്തിന്റെ പ്രൗഢി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റേതെങ്കിലും സ്വഭാവതലങ്ങളെയല്ല അംഗീകരിക്കേണ്ടത്, റിസാലത്ത് എന്ന ഏറ്റവും പ്രൗഢമായ തലത്തെ.
അതേ ശൈലി തന്നെയാണ് ഖുർആൻ ഇവിടെയും എടുക്കുന്നത്. വമാ അർസൽനാക, അല്ലയോ പ്രവാചകരെ അവിടത്തെ നിയോഗിച്ചിട്ടില്ല. കേവലം ഒരു ബിഅസത്തിന്റെയോ നുബുവത്തിന്റെയോ പരാമർശമല്ല റിസാലത്തിന്റെ പരാമർശത്തിനുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് റസൂൽ എന്ന പ്രയോഗം നടത്തുമ്പോൾ അവിടുത്തെയുടെ വ്യക്തിത്വത്തിന്റെ സമ്പൂർണമായ 3 തലങ്ങളെ ആവഹിക്കുമ്പോഴേ റസൂൽ എന്ന പ്രയോഗം സമ്പൂർണമാവുകയുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിത കേസരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മാനവിക ലോകത്തോട് നടത്തുന്ന ക്രയവിക്രയങ്ങളുടെ വ്യക്തിഭാവം, മഹാന്മാരായ മാലാഖമാരോട് നടത്തുന്ന ഇടപാടുകളുടെ മാലാഖാപരമായ തലം, അല്ലാഹുമായി സ്വകാര്യം കൈകാര്യം ചെയ്യുന്ന മേഖല, അതിനെ പല ഭാഷയിലും പണ്ഡിതന്മാർ അവതരിപ്പിച്ചിട്ടുണ്ട്. റബ്ബാനിയും മലക്കൂത്തിയും അതുപോലെ തന്നെ മാനവീകവുമായ 3 തലങ്ങളായി വിശദീകരിച്ച ആത്മജ്ഞാനികളെ കാണാം. ഏതായാലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, അല്ലയോ പ്രവാചകരെ അവിടുത്തെ ലോകത്തിന് മുഴുവനും കാരുണ്യത്തിന്റെ ആകത്തുകയായിട്ടാണ് അയച്ചിട്ടുള്ളത്. റഹ്മത്ത് എന്ന ഉപാധിയില്ലാത്ത നക്കിറ എന്ന അറബിയിൽ പറയുന്ന പ്രയോഗത്തിന്റെ വ്യാപ്തി വിദ്യാർത്ഥികളായ നമുക്കറിയാം. അത് കഴിഞ്ഞ ഉടനെ ലിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് ഉടമസ്ഥതയുടെ ലാമിനെ ആമുഖമായി ചേർത്തുകൊണ്ട് പ്രാപഞ്ചിക കാരുണ്യത്തിന്റെ സാകല്യങ്ങളെ മുഴുവനും വരിക്കുകയും വിരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത പ്രൗഢമായ കരുണാ പ്രപഞ്ചത്തിലെ അജയ്യമായ സാരഥ്യമെന്ന പ്രൗഢമായ പ്രയോഗമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത്. അതിന്റെ ദാർശനികമായ തലങ്ങളിലേക്ക് കടക്കുകയല്ല. ഏതായാലും പിന്നീട് പറയുന്നത് അൽ ആലമീൻ, പ്രപഞ്ചങ്ങളുടെ മുഴുവനും കാരുണ്യം. ആലം എന്ന പ്രപഞ്ചത്തിന്റെ 2 ഫോമുകൾ ബഹുവചനത്തിലേക്ക് സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അൽ ആലമീൻ എന്നത് ബുദ്ധി ലോകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബുദ്ധിയില്ലാത്തവരെ കൂടി ഉൾക്കൊള്ളുന്ന പ്രാപഞ്ചിക സകലത്തിന്റെയും ഏറ്റവും വരിഷ്ഠമായ പ്രയോഗത്തെയാണ് അൽ ആലമീൻ എന്ന ടെക്നിക്കൽ ഫോം ഇവിടെ ഉൾക്കൊള്ളുന്നത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ വിശാലമായ പ്രപഞ്ചത്തിലെ ഏതാനും ചില ശീലുകളെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പാദസ്പർശം നമ്മുടെ ഹൃദയത്തിലേക്ക് ലഭിച്ചാൽ, അല്ലയോ ഹബീബായ നബിയെ അവിടുത്തെയുടെ പാദത്തിന്റെ സ്പർശമേറ്റ കല്ലുകൾ ആളുകൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെയുടെ കാൽപെരുമാറ്റം ഞങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് തന്നാൽ മേരാ ദിൽ ഭീ ചമകാതെ ചമകാനെ വാലേ, അല്ലയോ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന പ്രഭാവത്തിന്റെ നിദാനങ്ങളെ കൈനീട്ടമായി നൽകുന്ന അനുഗ്രഹത്തിന്റെ തേജസ്വിയായ തിരുനബിയെ, ലോകം മുഴുവനും പ്രകാശം നൽകുമ്പോൾ അവിടുത്തെയുടെ ആദരണീയമായ കാൽപാദത്തിന്റെ സ്പർശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ലഭിച്ചാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ലോകത്ത് വെളിച്ചമുള്ളതായി മാറുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമെ അഹ്ലുസുന്ന അഹ്മദ് റിളാ ഖാൻ അൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഏതായാലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവീക ജൈവ സസ്യ അചേതന വസ്തുക്കളുടെ ആകമാനം കാരുണ്യത്തിന്റെ പ്രപഞ്ചമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം കേവലമായ ഒരു മനുഷ്യന്റെ കരുണയുടെ പ്രപഞ്ചത്തിൽ പരിമിതപ്പെടുന്നതല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടു നൽകിയ വിശിഷ്ടതകൾ ഒരുപാടുള്ള, വൈശിഷ്ട്യങ്ങൾ അനവധിയുള്ള റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത് എന്ന് ഖുർആൻ മറ്റൊരു തലത്ത് പറയുന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെയുടെ കാരുണ്യത്തിന്റെ ദാനം പ്രപഞ്ചത്തിന്റെ മുഴുവനും ഉടമസ്ഥനായ അല്ലാഹുവിൽ നിന്ന് നേരിട്ടുള്ളതാണ്. ആ അല്ലാഹുവോ കതബ അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അർഹമുർ റഹീമീനാണ്. അർ-റഹ്മാനിർ റഹീം എന്ന് പരിചയപ്പെടുത്തിയിട്ട് കാരുണ്യത്തിന്റെ ഹൃദയസ്പൃക്കായ പ്രയോഗത്തിലൂടെ സൃഷ്ടിജാലങ്ങളെ മുഴുവനും അടുത്തേക്ക് വിളിക്കുന്ന അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് നേരിട്ടു ദാനം ലഭിച്ച കാരുണ്യത്തിന്റെ ഉടമസ്ഥനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നു മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന്റെ ഒക്കെ ഉടമയാണോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വലോകത്തിന്റെയും പരിപാലകനായ ഉടമസ്ഥൻ. അല്ലാഹു എന്തിന്റെയൊക്കെ ഉടമസ്ഥനാണോ അതിന് മുഴുവനും കരുണയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്തഫ ജാൻ റഹ്മത്ത് पे लाखों सलाम, शम्अ बज़ में हिदायत पे लाखों सलाम, शहरियारे इरम, ताजदारे हरम, नौबहारे शफाअत पे लाखों सलाम. കാരുണ്യത്തിന്റെ ആത്മാവും പ്രപഞ്ചവുമായ അല്ലയോ പ്രിയപ്പെട്ട ലോകത്തിന്റെ മുഴുവനും ഉൽപ്പത്തിയുടെ നിദാനമായി അല്ലാഹു നൽകിയ കാരണമായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ, അവിടുത്തെ നാം അറിയുന്നത് മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക്, അവിശ്വാസികൾക്ക്, പ്രപഞ്ചത്തിന് മുഴുവനും കടന്നു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാനത്തിന്റെ കവാടം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സിദ്ധിച്ചിട്ടുള്ള കരുണയുടെ അരുണവർഷങ്ങളെ മാനവീക ലോകത്തിന്റെ ജീവതലങ്ങളിൽ മുഴുവനും സമ്മാനമായി നൽകിയിട്ട് പ്രപഞ്ചത്തിന്റെ മുഴുവനും നേതാവായ സയ്യിദുൽ അബ്റാർ വ ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയുടെ വിശദാംശങ്ങളെ പറയുന്ന മഹാന്മാർ മുഴുവനും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ആ പ്രാപഞ്ചികമായ വിശാലതയുടെ തലങ്ങളെ മുഴുവനും എടുത്തു പറയാൻ റബ്ബുൽ ആലമീൻ എന്ന ഖുർആനിൽ 40 തവണ അല്ലാഹു തആല പരിചയപ്പെടുത്തുമ്പോൾ ഫഅതിയാ ഫിർഔന ഫഖൂലാ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ ഖാല ഫിർഔന വമാ റബ്ബുൽ ആലമീൻ. മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാമിനോടും കാലങ്ങളുടെ ഇന്നലകളിൽ തൗഹീദിന്റെ തേജസ്സിനെ കിങ്കരന്മാരുടെ പീഠങ്ങളുടെ മുമ്പിലേക്ക് അജയ്യമായി പ്രഖ്യാപിക്കുവാൻ നിയുക്തരായ പ്രവാചക മണ്ഡലത്തിലേക്ക് മഹാന്മാരായ മൂസാ നബി അലൈഹിസ്സലാമിനോടും ഭാഷണ സിദ്ധി കൊണ്ട് കലീമുല്ലാഹിയുടെ സഹായിയായി മാറിയ ഹാറൂൻ അലൈഹിസ്സലാമിനോടും പറയുന്നു, അവിടുന്ന് ഫിർഔൻ എന്ന കിങ്കരന്റെ മുമ്പിൽ ചെന്നിട്ട് പറയണം, റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ദൂതന്മാരാണ്. ഈ വിശദാംശത്തിന്റെ പ്രവേഗം അങ്ങോട്ടെത്തുമ്പോഴേക്ക് പ്രതിയോഗിയുടെ ചോദ്യമാണ്, വമാ റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാരായ പ്രവാചക
പ്രവാചകന്മാരുടെ വിശിഷ്ടമായ വചനങ്ങളിൽ നിന്ന് വിശദീകരണത്തിന്റെ തലങ്ങൾ പ്രതിഫലിക്കുന്നത് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ആകാശഭൂമികളുടെയും അതിലുള്ള മുഴുവനിന്റെയും ഉടമസ്ഥനായ അല്ലാഹു, പരിപാലകനായ സർവാധികാരിയെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആ കാരുണ്യവാനായ സർവാധികാരിയായ അല്ലാഹുവിന്റെ ഉടമസ്ഥതയിൽ എന്തൊക്കെയുണ്ടോ അതിനു മുഴുവനും കരുണയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദം നബി അലൈഹിസ്സലാമിന് കരുണ, പിൽക്കാലത്ത് വന്ന പ്രവാചക പരമ്പരകളുടെ ലക്ഷങ്ങൾക്ക് മുഴുവനും കാരുണ്യത്തിന്റെ വിധാനം, അതുപോലെ കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് മുഴുവനും ഔദാര്യത്തിന്റെ വിധാനം, അതുപോലെ കഴിഞ്ഞു കടന്നുപോയ സത്യജാലങ്ങളുടെ മുഴുവനും കാരുണ്യത്തിന്റെ വിധാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ കരുണയുടെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, വിനയ പുരസ്സരം അവിടുത്തെ സവിധത്തിലേക്ക് ചെന്ന് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവർത്തിത്വത്തിന്റെയും കരുണയുടെയും പാഠങ്ങളെയാണ് വിമർശനത്തിന്റെ തീച്ചൂളകൾ കൊണ്ട് ഇസ്ലാമിനെ മുഖപടമണിയിച്ച് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ആധുനിക സംവിധാനങ്ങളുടെ മുമ്പിലേക്ക് വിളിച്ചു പറയേണ്ടത് തീജ്വാലകളുടെ പ്രതിധ്വാനങ്ങളല്ല, കരുണയുടെ വരിഷ്ഠ കിരണങ്ങളാണ്. അതിലേക്ക് ഞാൻ തൽക്കാലം കടക്കുന്നില്ല. ആനുകാലികമായി ഇസ്ലാമിനെ അവതരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകളിൽ നിന്ന് ഇസ്ലാമിന്റെ ശരിയായ മുഖത്തെ കൈകാര്യം ചെയ്യുവാനുള്ള ഏറ്റവും നല്ല ഉപാധി അടിക്ക് തിരിച്ചടി എന്ന ഭാവമല്ല, ഇസ്ലാമിക പാഠഭാഗങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപ്രഭാവത്തെ ആധുനികതയുടെ മനസ്സിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തീവ്രവാദത്തിന്റെയോ ഉഗ്രവാദത്തിന്റെയോ സ്ഫോടനവാദത്തിന്റെയോ അപകടകരമായ പ്രയോഗങ്ങൾ കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കാരുണ്യത്തിന്റെ പാഠഭാഗങ്ങളെയാണ് എതിരാളിയുടെയും അനുകൂലിയുടെയും മനസ്സിലേക്ക് പതിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ അവസരം ലഭിക്കുന്നത്. അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ബന്ധമെന്താണ് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവും ഹബീബും തമ്മിലുള്ള ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ അല്ലാഹുവേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിന്റെ അധികാരം, അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദവി ഏതാണ്? ഫദനൗത ഔ അദ്നാ വനിൽത അമീമാ സ്വല്ലാ അലൈക മുസല്ലിമൻ തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരമാധികാരത്തിന്റെയും സർവാധികാരത്തിന്റെയും ഉലൂഹിയ്യത്തിന്റെ പദവിയുടെ തൊട്ടുതാഴെയുള്ള പദവി ആരുടെ പദവിയാണ്? ആ പദവിയുടെ പേര് പറയാൻ എനിക്കറിയില്ല. അതിന്റെ വാഹകരാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവിയാണ്. महबूबिന്റെ പദവി എന്ന് പറയണോ? യാനി മെഹബൂബോ മുഹിബ്ബ് മേ നഹി മേരാ തേരാ, എന്റേതെന്ന് നിന്റേതെന്ന് വകഭേദമില്ലാത്ത മെഹബൂബിന്റെ പദവിയാണോ? വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്, ഖുല്ലത്തിന്റെ ആത്മസൗഹൃദത്തിന്റെ പദവിയാണോ? അതല്ല, അതിനുമപ്പുറം വേറെ ഏതെങ്കിലും ഒരു പദവിയുടെ വരിഷ്ഠമായ വിധാനമുണ്ടോ? ഏതായാലും അറിയില്ലെങ്കിലും നമുക്ക് പറയാവുന്നത് സർവാധികാരിയായ അല്ലാഹുവിന്റെ ഉടമസ്ഥതയുടെ പദവിയുടെ തൊട്ടുതാഴെയുള്ളത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിസ് തറഫ് ഉഡ് ഗയി ദം
में दम आ गया उस निगाह इनायत पे लाखों सलाम. അവിടുത്തെയുടെ നേത്രത്തിന്റെ ദൃഷ്ടി പതിയുന്ന തലം വരിഷ്ഠവും ആദരണീയവുമായി മാറി. അവിടുത്തെയുടെ നോട്ടം കൊണ്ട് ഹൃദയത്തിൽ വെളിച്ചം ലഭിച്ച് ഹിദായത്തിലേക്ക് വന്ന മഹാന്മാരെത്രയാണ്. സയ്യിദുൽ ഖൈർ ഇസ്ലാമിന്റെ പ്രപഞ്ചത്തിലേക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടത്തിന്റെ സൂക്ഷ്മതയിൽ നിന്ന് പ്രവഹിച്ച ഹിദായത്തിന്റെ ആത്മകിരണങ്ങളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നത് ഹൃദയത്തിന്റെ നയനങ്ങൾ കൊണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകക്കണ്ണുകളെ കൊണ്ട് ഖത്താബിന്റെ മകനെ ഒന്ന് നോക്കിയിട്ട് ഹിദായത്ത് കൊതിച്ചപ്പോഴേക്ക് ആ ഹൃദ്യമായ ചേഞ്ചിങ് ആയിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബിനെ ഇസ്ലാമിക പാളയത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടുത്തെ വചനാമൃതത്തിൽ നിന്ന് ഹൃദയഹാരിത്വം സ്വീകരിച്ചിട്ട് ആളുകൾ ഹിദായത്തിലേക്ക് വന്നവരുണ്ട്. അവിടുത്തെ സൗകുമാര്യതയുടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. അവിടുത്തെ ഇടപാടിന്റെ ആധികാരികത കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. അവിടുത്തെ വാചാലമായ മൗനം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, അവിടുത്തെ പ്രചണ്ഡമായ പ്രഭാഷണം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, അവിടുത്തെ സമീപനത്തിന്റെ സൗന്ദര്യം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗനവും ശബ്ദവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശ്രമവും വിശ്രമവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചലനവും നിശ്ചലനവും, അവിടുത്തെ സമീപനങ്ങളും സമീപന രേഖകളുമെല്ലാം ഹിദായത്തിന്റെ വഴിവിളക്കുകളാണ്. അതുമാത്രം ഒരു ദിവസം പരാമർശിച്ചു പറയേണ്ടതാണ്. തിരുവചനങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് വന്നവർ, തിരുവചനത്തെ കണ്ട് ഇസ്ലാമിലേക്ക് വന്നവർ, അവിടുത്തെ മൗനത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നവർ, ഇതെല്ലാം അനുഭവിക്കുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ എനിക്ക് പറയാനും നിങ്ങൾക്ക് ഏറ്റുപറയാനുമുള്ളത് ഹം റസൂലുള്ളാഹിക്ക്, നമ്മൾ റസൂലുള്ളാഹിന്റെ സേവകരാണ്. ഖിലാഫത്തിന്റെ അധികാര പീഠത്തിൽ കയറി ലോക സാമ്രാജ്യത്തിന്റെ ഉടക്കുകളെയും ഇടിപ്പുകളെയും അഭിസംബോധന ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അബ്ദു റസൂലില്ലാഹി വഖാദിമുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ്, അവിടുത്തെ സേവകനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടമായ അവദാനങ്ങളുടെ പ്രപഞ്ചത്തിലെ ഒരു സേവകനാകാൻ, അവിടുത്തെയുടെ അവദാനങ്ങളും മഹത്വങ്ങളും പ്രകീർത്തനങ്ങളും പറയുന്നിടത്ത് പറയുന്നവരുടെ കാൽ കീഴിലുള്ള പൊടിമണ്ണ് തട്ടിക്കൊടുക്കാൻ, അതിനുള്ള നിയോഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയോഗം. ആ നിയോഗത്തിന്റെ പ്രപഞ്ചത്തിലാണ് അല്പം ചില കാര്യങ്ങൾ പറയാനുള്ളത്. കഴിഞ്ഞു കടന്നുപോയ പ്രവാചകന്മാരെ മുഴുവനും ഖുർആനിൽ നിന്ന് പരിചയപ്പെടുക, അവരുടെ സമീപനത്തിന്റെ രേഖകളും തിരുനബിയുടെ സമാനതകളും പഠിച്ചു നോക്കിയാൽ വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ റഫൻ മിനൽ ബഹരി ഔ റശ്വൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. കഴിഞ്ഞകാല പ്രവാചകന്മാര് മുഴുവനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏതു സമീപനമാണ് എടുത്തതെന്ന് നോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിന്റെ ഇടയിൽ പ്രതിസന്ധികൾ അധികമായിരുന്നു. ഇസ്ലാമിക പ്രചാരണത്തിനു വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം വിനിയോഗിച്ച കാലം ഏറെയായിരുന്നു.
അവസാനം ദീർഘകാലത്തെ പ്രചാരണത്തിന്റെ വേളകളിലും ഇസ്ലാമിലേക്ക് അംഗസംഖ്യ അധികരിക്കാതെ പ്രതിയോഗികൾ അധികരിച്ചപ്പോൾ അള്ളാഹുവിനോട് പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. അല്ലാഹുവേ, സത്യത്തിന്റെയും വെളിച്ചത്തിന്റെയും മോചനത്തിന്റെയും മലർവനികളെ വിരിച്ചു കൊടുത്തിട്ട് അധർമ്മത്തിന്റെ ആഴിയിലേക്കും അപകടത്തിന്റെ കുഴികളിലേക്കും മാത്രം കണ്ണുവെക്കുന്ന എന്റെ സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും നീ ബാക്കിയാക്കല്ലേ അല്ലാ. അവരിൽ ആരെങ്കിലും ബാക്കിയായാൽ നിന്റെ അടിമകളെ മുഴുവനും അപകടത്തിലേക്ക് അവർ കൊണ്ടുപോവുകയും നിഷേധികളുടെ അംഗസംഖ്യയുണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞെങ്കിൽ സമാനമായ ഒരു ഘട്ടമാണ് ത്വായിഫിന്റെ മരുപ്പറമ്പിലൂടെ കാരുണ്യത്തിന്റെ കേദാരമായ മുത്തുമേനിയുടെ മൃദുസ്പർശമുള്ള പാദസ്ഥലികൾ അവിടുന്ന് ത്വായിഫിന്റെ മണ്ണിലൂടെ മുന്നോട്ട് പോയി വെളിച്ചത്തിലേക്ക് വിളിക്കുമ്പോൾ ജന്മനാടായ മക്കയിൽ നിന്ന് പ്രതിസന്ധി സഹിക്കവയ്യാതെ മാതാവിന്റെ മടിത്തട്ടിലെങ്കിലും താരള്ളിൽ ലഭിക്കുമെന്ന് കണ്ട് ത്വായിഫിന്റെ മണ്ണിലേക്ക് ചെന്നപ്പോഴാണ് മാതാവിന്റെ നാട്ടുകാര് അഭയം കൊടുത്തില്ലെന്ന് മാത്രമല്ല, അക്രമത്തിന്റെയും അവഗണനയുടെയും അവഹേളനത്തിന്റെയും അധ്യായങ്ങൾ ലഭിക്കുമ്പോഴാണ് പൊട്ടിയൊലിച്ച് രക്തത്തോടെ ഇരിക്കുന്ന തിരുനബി, ദാഹിച്ച് വിവശരായിരിക്കുന്ന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെ പ്രതിസന്ധിയുടെ ഘട്ടമാണ്. അവിടുത്തെ കൈ വാനത്തേക്ക് ഉയർത്താൻ മാലാഖമാര് കാത്തിരിക്കുകയാണ്. പ്രപഞ്ചാധികാരിയായ അല്ലാഹു ഖലീലുല്ലാഹിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടമാണ് അവിടുന്ന് പരിഗണിക്കുക. അള്ളാന്റെ ഹബീബ് മാനത്തേക്ക് നോക്കിയാൽ എന്തിനെന്ന് പരിഗണിക്കുന്ന അള്ളാഹ്, തിരുനബി തങ്ങളുടെ ഭൂമിയിലേക്ക് നോക്കിയാൽ എന്തിനെന്ന് പരിഗണിക്കുന്ന അള്ളാഹു, വാനത്തേക്ക് കൈ ഉയർത്തിയാൽ മേഘത്തെയാണോ വേണ്ടത് നൽകിയ അള്ളാഹു തആല, ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അത് ചുരുണ്ടു കൂടുകയാണോ വേണ്ടത് ചുരുട്ടിക്കൊടുത്ത അള്ളാഹു തആല, അവിടുത്തെയൊക്കെ വരിഷ്ഠമായ കൈകൾ ഒന്ന് പതിയുമ്പോഴേക്ക് വെള്ളമാണോ വേണ്ടത് വെള്ളം കൊടുത്ത അല്ലാഹു തആല, വാനത്തേക്ക് കൈ ഉയർത്തുമ്പോ മഴയാണോ വേണ്ടത് മഴ കൊടുത്ത അല്ലാഹു തആല. അങ്ങനെ വിവരണങ്ങളുടെ തലത്തിലേക്ക് പോയാൽ ഖുദാ കി റസാ ചാഹത്തെ ഹേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയാണ് അല്ലാഹുവിന് ഡിമാൻഡ് ഉള്ളത്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, അവിടുത്തെയുടെ പ്രീതിക്ക് വേണ്ടി ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കഅബയിലേക്ക് തങ്ങളെ കഅബയെ ലക്ഷ്യസ്ഥാനം മാറ്റിയിരിക്കുന്നു. കാരണം തങ്ങളുടെ പ്രീതി, അവിടുത്തെയുടെ നോട്ടം ആകാശത്തേക്ക് ഉയരുന്നത് നമുക്ക് പരിഗണനയുണ്ട്. അതുപോലെ ത്വായിഫിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് ആഗ്രഹിച്ചാൽ മതി, ത്വായിഫിന്റെ മണ്ണിൽ ഇരുന്ന് കൈ ഉയർത്തിയാൽ മതി, ത്വായിഫിന്റെ മണ്ണിൽ ഇരുന്ന് മനസ്സറിഞ്ഞൊന്ന് കരഞ്ഞാൽ മതി അല്ലാഹുവിന്റെ ആക്ഷൻ ഉണ്ടാകാൻ. പക്ഷേ ത്വായിഫിന്റെ മണ്ണിൽ ഇരുന്ന് പ്രതിഷേധമൊന്നും അറിയിക്കാതെ ഇരിക്കുമ്പോഴാണ് മാലാഖമാരുടെ പ്രതിഷേധം അല്ലാഹുവിലേക്ക്. അല്ലയോ റബ്ബുൽ ആലമീൻ, ഉത്തമരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടില്ലയോ വേദനിച്ചു കൊണ്ടിരിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനമാണ്. ഓ നബിയേ, ഈ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ ഇവരെയൊന്ന് അടിച്ചു കൂട്ടിയിട്ട് ഈ അധ്യായം
അധ്യായം അവസാനിപ്പിക്കട്ടെയോ നബിയേ. റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. നൂഹ് നബി അലൈഹിസ്സലാം ഇനി അവിശ്വാസികൾ അവിടെ വേണ്ടെന്ന് ഡെഡ് ലൈൻ വരച്ച തലത്ത് നിൽക്കുമ്പോൾ, ഓ നബിയേ, ഇവിടെയും അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഇടണോ നബിയേ എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അന്വേഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ സ്വലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈആ. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവേ, ഇവരുടെ സർവനാശമല്ല എന്റെ ലക്ഷ്യം, ഇവരുടെ സമൂലമായ നിഷ്കാസനമല്ല എന്റെ കണ്ണ്, ഇവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യുകയല്ല എന്റെ ദൃഷ്ടി. ഇവരുടെ പരമ്പരയിൽ നിന്നെങ്കിലും ഒരാള് ഇസ്ലാമിലേക്ക് വന്നാൽ അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ കർക്കശമായ സമീപനമെടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് എടുത്തപ്പോൾ സമാനമായത് ജീവിതത്തിൽ വന്നിട്ട് ഔദാര്യവും കരുണയും കാണിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം, ആ ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന്റെ മൂത്താപ്പയായ അല്ലെങ്കിൽ പിതൃവ്യനായ ആദർ ഇസ്ലാമിനെ പുൽകാൻ നിയോഗം കിട്ടിയ ആളായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം മില്ലത്തി ഇബ്രാഹീമിന്റെ മാർഗത്തിൽ നിന്ന് മാറിയാണെന്ന് വ്യക്തമായപ്പോൾ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വൻ, ഇസ്ലാമിന്റെ വിരോധിയാണെന്നും മില്ലത്തിന്റെ എതിരാളിയാണെന്നും ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന് ബോധ്യമായപ്പോൾ തബറഅ മിൻഹു, ആ ബഹുമാനപ്പെട്ട ഇബ്രാഹീം നബി അലൈഹിസ്സലാം പിതൃവ്യനെ ഒഴിവാക്കി കളഞ്ഞു. ഇനിയൊരു ബന്ധവുമില്ല. എന്നിട്ട് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അന്ത്യനാളിൽ ഇബ്രാഹീം നബി അലൈഹിസ്സലാമിനെ ഹാജർ കണ്ടുമുട്ടുന്ന സമയത്ത് ഹാജർ എന്ന പിതൃവ്യൻ പറയും, അല്ലയോ ഇബ്രാഹീമേ, എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ? അപ്പോൾ ഇബ്രാഹീം നബി അലൈഹിസ്സലാം പറയും, എന്റെ മാർഗത്തിലേക്ക് വരണം, എന്റെ കൽപ്പനയെ അംഗീകരിക്കണം. അതേ ഇബ്രാഹീമേ, നിന്റെ കൽപ്പന ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അല്ലാഹുവിനോട് ഇബ്രാഹീം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, എന്റെ പൃഥ്വിനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഓ ഇബ്രാഹീമേ, കാഫിരീങ്ങൾക്ക് സ്വർഗമില്ല. എന്നാൽ ഇതിന് സമാനമായ ഒരു ചിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാണുന്നത്. അഥവാ ഇബ്രാഹീം നബി അലൈഹിസ്സലാം ഹാജർ എന്ന പിതൃവ്യനെ കൈയൊഴിയുകയാണ്. എന്നാൽ സമാനമായ ഒരു പിതൃവ്യന്റെ കൈവെള്ളയിലാണ് തിരുനബി. അബൂ താലിബ് എന്ന് പറയുന്ന മൂത്താപ്പ മരണവെപ്രാണം അനുഭവിക്കുന്ന സമയത്ത് കൈയൊഴിയുകയല്ല, അമാ വല്ലാഹി ലാ അസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻ ദാലിക, അല്ലയോ മൂത്താപ്പ, അവിടുന്ന് വിലക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്താപ്പയ്ക്ക് വേണ്ടി കാരുണ്യത്തെ കൊതിക്കുന്നു എന്ന് മാത്രമല്ല,
നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു എന്റെ മൂത്താപ്പയുടെ സ്ഥാനം. എന്റെ ശഫാഅത്ത് കൊണ്ടാണ് എന്റെ മൂത്താപ്പ നരകത്തിന്റെ ഒരു ആളമിൽ മാത്രം പരിമിതപ്പെട്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അഹ്വനു അഹ്ലുന്നാരി അദാബൻ അബൂ താലിബ്, അഹ്വനു അഹ്ലുന്നാരി അദാബൻ അബൂ താലിബ്. നരകത്തിലെ ഏറ്റവും ലളിതമായ ശിക്ഷ അനുഭവിക്കുന്ന ആളാരാണ്? അബൂ ത്വാലിബാണ്. ഞാനെങ്ങാനും ശുപാർശ ചെയ്തിരുന്നില്ലെങ്കിൽ നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇമാം സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ പരലോകത്ത് സ്വർഗസ്ഥരാകുന്നവരിൽ അബൂ താലിബ് പെടുമെന്ന് പറയുന്നതും നരകത്തിന്റെ ആളൽ അനുഭവിക്കുമെന്ന് പറയുന്നതും വിരുദ്ധമുള്ള പ്രയോഗങ്ങളല്ല. അബൂ താലിബിനല്ല, വിശ്വാസികളിൽ നിന്ന് തന്നെ തെറ്റ് ചെയ്ത ആളുകൾക്ക് നരകത്തിന്റെ ശിക്ഷയുണ്ടാകാം. അല്ലാഹു തആല നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെയുടെ പിതൃവ്യനെ മാറ്റി നിർത്തിയിട്ട് ചിന്തിച്ചിട്ടും അവസാന ചക്രശ്വാസത്തിന്റെ അവസാനത്തെ കണിക വരെ മൂത്താപ്പയുടെ ചാരത്ത് നിന്ന് ശുപാർശയ്ക്ക് വേണ്ടി കൊതിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം ഓക്കെ ജൂദോ കറം ഹേ ശഹേബത്ത് ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ മാംഗനെ വാലാ തേരാ. ഓ നബിയെ, അവിടുത്തെയോട് ചോദിച്ച ഒരാളെയും നിരാശരാക്കിയിട്ടില്ല. അവിടുത്തെയോട് എന്ത് ചോദിച്ചവരോടും എല്ലാം കൊടുത്തവർ. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നൽകി, വീണ്ടും നൽകി. അവസാനം എനിക്ക് തൃപ്തിപ്പെട്ടു, മതിയായി എന്ന് പറഞ്ഞു പോകുന്ന രംഗമേ മദീനയിലുള്ളൂ. ആ മുഴുവൻ ദാനത്തിന്റെയും കേന്ദ്രമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും കാണാം, ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജന്മനാട് വിട്ടുപോയി. പിന്നെ ആ നാടിനെ പരിഗണിച്ചിട്ടില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലേക്ക് പോയി വിജയം വരിച്ചപ്പോൾ പിന്നീട് ജന്മനാടിനെ വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുഫസ്സിറുകളുടെ ഭാഷ എടുത്തു പറഞ്ഞാൽ, ആ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്ത ഇബ്രാഹീം നബി അലൈഹിസ്സലാം ജന്മനാടിന്റെ ക്ലിഷ്ടതകളോട് തിരിച്ചു വരാതിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വിജയം ലഭിച്ചപ്പോ മടങ്ങി വരുന്നത് മക്കയിലേക്കാണ്. ആ മക്കയുടെ മടിത്തട്ടിലേക്ക് വരുമ്പോഴും ഒരാളുടെ രക്തം പോലും ചിന്താൻ പാടില്ലെന്ന് കാരുണ്യത്തിന്റെ കണ്ണുകൊണ്ട് ദർശിച്ച് വിട്ടുവീഴ്ചയുടെ ഉടമ്പടി ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനിയും ഇബ്രാഹീം നബിയിലേക്ക് മടങ്ങിയാലോ, ഇദ് ഖാല ഇബ്രാഹീം റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹീം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കണം. അല്ലാഹുവേ, ഇജ്അൽ ഹാദാ ബലദൻ ആമിന, ഇത് സുരക്ഷ ദേശമാക്കണേ അല്ലാഹ്. വർസുഖ് അഹ്ലഹു, ഇവിടെയുള്ള വാസികൾക്ക് നീ നൽകണേ അല്ലാഹ്. മിനസ് സമറാത്ത്, ഫലഭൂയിഷ്ടിയാൽ വേണ്ടതെല്ലാം നൽകണേ അല്ലാഹ്. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകണേ അല്ലാഹ് എന്ന് ദുആയിൽ വിശ്വാസികളെ മാത്രം പരിഗണിക്കുമ്പോൾ അല്ലാഹു തആല ഉണർത്തുകയാണ് ഖാല വമൻ കഫറ ഓ ഇബ്രാഹിം നബിയേ വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും പക്ഷേ ഫഉമത്തിഹു ഖലീല അത് ലിമിറ്റഡ് പീരിയഡിലേക്ക് മാത്രമാണ് ثم أضطره إلى عذاب النار وبئس المصير അവര് നരകത്തിലേക്ക് പോകേണ്ട സത്യനിഷേധികളാണെങ്കിലും ഭൂമിയിൽ വസിക്കുന്ന സമയത്ത് അല്പം അന്നം അവർക്കും നൽകാമെന്ന് ഇടയിലൂടെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ ഉണർത്തൽ വരുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ത്വായിഫുകാർക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല സുമാമത്ത് ബിൻ ഉസാലിനോട് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അടക്കമുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഭക്ഷണം മുടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കരുണയുടെ വർഷം ചൊരിഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറം की ज़मीन और कदम रख के चलना अरे सर का मौका ओ जाने वाले ഹാജിമാരെ ഇത് വരിഷ്ഠമായ ഹറമിന്റെ മണ്ണിലൂടെ തിരുദൂതരുടെ ആദരണീയമായ പാദസ്പർശം കൊണ്ട് പുളകമണിഞ്ഞ മഹനീയമായ മണൽത്തരികളുള്ള മണ്ണാണിത്. ഇവിടെ നിങ്ങൾ കാലുകൊണ്ട് ചവിട്ടാൻ യോഗ്യരാണോ? കാരണം ഇതിലൂടെ നടന്നതാരാണ്, കിടന്നതാരാണ്, വിശ്രമിച്ചതാരാണ്? മദീനയുടെ അന്തരീക്ഷത്തിൽ തിരുനബി തങ്ങളെ തൊട്ടുരുമ്മിയ കാറ്റിന്റെ പിന്മുറക്കാരുണ്ട്. മദീനയുടെ ഓരങ്ങളിൽ, തോട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചു പോയ, അവിടുന്ന് കഴിച്ചിട്ട് ഉപേക്ഷിച്ചു പോയ കാരക്കയുടെ കുരുവിൽ നിന്ന് മുളച്ച ഈത്തപ്പനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദൂറിന്റെ വെള്ളത്തിന്റെ വാക്കി വീണിട്ട് മുളയെടുത്ത ഈത്തപ്പനയുടെ കുട്ടികളുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധമായ മദീനയുടെ മണൽപ്പരപ്പിലൂടെ എങ്ങനെയാണ് കാലുവെച്ച് നടക്കുക? അരേ സർക്കേ മൗക, ഇത് തല വെച്ച് നടക്കേണ്ട സ്ഥലമാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കരുണ വിതച്ച തിരുനബിതങ്ങൾ ജന്മനാട്ടിൽ നിൽക്കാൻ പ്രയാസം അനുഭവപ്പെട്ട് യസ്രിബിന്റെ മണ്ണിലേക്ക് പോകുമ്പോൾ, അഥവാ മദീനയിലേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതീവ രഹസ്യമായി പുറപ്പെടാനുള്ള കാരണം എന്താണ്? ശൈഖ് മുതവല്ലി ശഅറാവിയെ പോലെ സമീപകാല പണ്ഡിതരും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ വിധാനങ്ങളെ അടയാളപ്പെടുത്തിയ മുൻകാല വ്യാഖ്യാതാക്കളും എല്ലാം എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി പലായനം ചെയ്താൽ ഒരുപക്ഷെ സംഘട്ടനം നടന്നിട്ട് ആളുകൾ മരിക്കാനിടയുണ്ട്. അതുകൊണ്ട് മരണത്തിനും യുദ്ധത്തിനും വഴിയൊരുക്കാതെ മെല്ലെ രഹസ്യമായി ആളുകൾക്ക് നന്മ കൊതിച്ചുകൊണ്ട് പിൻവാങ്ങിയിട്ട് ശക്തിയോടെ തിരിച്ചു വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയുടെ പ്രപഞ്ചത്തിന്റെ മുമ്പിലെ അന്വേഷികളാണ്, അതിനെ ആസ്വദിക്കുന്നവരാണ്. വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിമി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി. ഔദാര്യത്തിന്റെ
കഷ്ണങ്ങളെയും വിജ്ഞാനത്തിന്റെ ശകലങ്ങളെയും മാന്യതയുടെ മകുടങ്ങളെയും മുത്തുമേനിയുടെ സദസ്സിൽ നിന്നൊപ്പിയെടുക്കാൻ വേണ്ടി കാത്തുനിന്നവരാണ് ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും. ആ പ്രവാചക പരമ്പരയിൽ കലീമുല്ലാഹി എന്ന ഉത്തമ പദവിയുടെ ഉടമയായ മൂസാ അലൈഹിസ്സലാം അവിടുത്തെയുടെ സമുദായം അനുസരണയുടെ അതിരുകൾ ലംഘിക്കുകയും വിമർശനത്തിന്റെയും വിരോധത്തിന്റെയും അതിർത്തിയിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നു, അല്ലാഹുവേ, ഞങ്ങളെയും തെമ്മാടികളായ നിഷേധികളായ ഞങ്ങളുടെ സമുദായത്തെയും നീ ഒന്ന് അകറ്റിത്തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഉമ്മത്തി യാ ഉമ്മത്തി, ഉമ്മത്തിന് വേണ്ടി കരയുകയാണ്. അതുകൊണ്ടാണ് ദില്ലൂറാം കൗസരി എന്ന ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഹൈന്ദവനായ കവി പോലും മേ ഹിന്ദു ഭീ തലബ്ഗാറെ മുഹമ്മദ് ഭീ ഹേ, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കുന്നയാളാണ് എന്ന് ദില്ലൂറാം കൗസരി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, റഹ്മത്തുൽ ലിൽ ആലമീൻ കെ ഹശ്ർ മേ മാനാ ഖുലേ. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം പരലോകത്ത് വെച്ചാണ് മനസ്സിലാവുക. ഒരു കാര്യം, ആ ഹൈന്ദവ സഹോദരനായിരുന്ന അദ്ദേഹം പാട്ടുപാടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചു, ഹലോ മിസ്റ്റർ ദില്ലൂറാം, നിങ്ങളൊരു ഹിന്ദു അല്ലയോ? എന്തിനാണ് എന്നിട്ട് ഈ മുസ്ലിമീങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയെ നിങ്ങൾ പാടുന്നത്, പുകഴ്ത്തുകയും എണ്ണുകയുമൊക്കെ ചെയ്യുന്നത്? ഒന്നും മാറി നിന്നുകൂടെയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ് എന്നത് പ്രവാചകന്റെ കരുണയുടെ അതിർത്തിക്ക് പറ്റാത്തവനാണെന്നതിന്റെ പ്രയോഗമല്ല എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ എന്തായി എന്നറിയുമോ? ദില്ലൂറാം കൗസരി എന്ന ജീവിതകാലം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം എഴുതിയ ഹൈന്ദവ സഹോദരൻ മരണശയ്യയിൽ കിടക്കുമ്പോൾ അതാ മുമ്പിലേക്ക് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട്, ഓ ദില്ലൂറാം, നിങ്ങൾ എന്റെ പ്രകീർത്തനങ്ങൾ ചൊല്ലിയ ആളല്ലേ, നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ കലിമ ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടപ്പോ രോഗശയ്യയിൽ കിടന്ന് കലിമ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് പേര് സ്വീകരിച്ചിട്ടാണ് ദില്ലൂറാം കൗസരി എന്ന് പറയുന്നയാൾ അതാ അല്ലാഹുവിങ്കലേക്ക് അഥവാ പരലോകത്തേക്ക് യാത്രയാകുന്നത്. അപ്പൊ ജീവിതകാലം മുഴുവനും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ പതിവാക്കിയ ഒരു ഹൈന്ദവ സഹോദരനെ ജീവിതത്തിന്റെ ദശാസന്ധിയിൽ കൈപിടിച്ച് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന പ്രയോഗത്തിന്റെ വിശാല പ്രപഞ്ചത്തിലേക്ക് അണച്ചുകൂട്ടിയതിന്റെ ചേതോഹരമായ ചിത്രത്തിന് സാക്ഷ്യം വഹിച്ച നാടാണ്, രാജ്യമാണിത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയുടെ അരുണവർഷങ്ങളെയാണ് ലോകത്തോട് നാം വിളിച്ചു പറയുമ്പോൾ ഇതിന്റെ വിശാലതലത്തിലേക്ക് ഞാൻ കടക്കുകയല്ല. നാളെയും മറ്റന്നാളുമായി അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ അവിടുന്ന് വിശ്വാസി ലോകത്തിന് നൽകിയ കരുണ, കാഫിരീങ്ങൾക്ക് നൽകിയ അഥവാ സത്യനിഷേധികളോട് കാണിച്ച കരുണ, പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്ത ജാലങ്ങളോടും അതുപോലെ ജീവനില്ലാത്തതിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച കരുണ, ഇതെല്ലാം നമുക്കറിയാനും പറയാനുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മഹത്വത്തെ പറയുമ്പോൾ നമുക്ക് രണ്ട് ബാധ്യതയാണുള്ളത്. ഒന്ന്, ആ മഹത്ഭാവങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക. രണ്ട്, ആ മഹത്വത്തിന്റെ ഉടമയെ ഹൃദയത്തിലേക്ക് വരിക്കുക. ഇത് രണ്ടുമാണ് നമ്മുടെ ബാധ്യത.
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പ്രണയത്തിന്റെ ആലിംഗനം കൊണ്ട് ഹൃദയത്തിന്റെ തേരിലേക്ക് പിടിച്ചിരുത്തുമ്പോഴേ വിശ്വാസിയുടെ ബാധ്യത പൂർണ്ണമാവുകയുള്ളൂ. കാരണം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് എന്നേക്കാൾ കടപ്പെട്ടതാകണം, നിങ്ങൾക്ക് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടതാകണം. എനിക്ക് എന്റെ സ്വന്തമായ താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യങ്ങൾ വരുമ്പോഴേ മഹബ്ബത്ത് സമ്പൂർണമാവുകയുള്ളൂ. ഇന്നൊരു ഫാഷൻ ഇറങ്ങിയപ്പോൾ അതിനോട് എനിക്ക് പ്രേമമുണ്ട്, പക്ഷേ ആ പരിഷ്കാരത്തോട് എന്റെ ഹബീബിന് ഇഷ്ടമില്ല. എന്നാൽ അത് മാറ്റിവെച്ചുകൊണ്ട് ഹബീബിന്റെ പ്രണയം നിലനിർത്താനാണ് മഹബ്ബത്ത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരുണ്ടാകാം, ഉമ്മമാരുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിന്റെ സീമകൾ സമ്പൂർണമാകുന്നത് എനിക്കിഷ്ടമുള്ള വേഷം പക്ഷേ എന്റെ ഹബീബിന് ഇഷ്ടമല്ലെങ്കിൽ ഹബീബിന് ഇഷ്ടമുള്ള വേഷത്തിലേക്ക് മാറി എന്റെ താല്പര്യത്തെ മാറ്റിവെക്കണം. അപ്പോഴേ മഹബ്ബത്ത് സമ്പൂർണമാകൂ. എന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, പരിഷ്കാരത്തിന്റെ പേരിൽ തമസ്കാരം നടത്തുന്ന പുതിയ സമൂഹത്തിന്റെ നടുവിൽ മുഴുവൻ ചൈതന്യങ്ങളെയും ആത്മഹത്യ ചെയ്തുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ എവിടേക്കോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് 2012 ലോകം അവസാനിക്കുമെന്ന മായൻ കലണ്ടറും 97th സെവൻസ് കോൺഫറൻസിൽ തിരുവനന്തപുരത്ത് വെച്ച ശാസ്ത്രകാരന്മാരുടെ ചർച്ചയും, മറുഭാഗത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഉത്തുംഗതയിൽ നിന്ന് മനുഷ്യനെ കളിപ്പാവയാക്കുന്ന പുതിയ സമ്പ്രദായവും, ഇപ്പുറത്ത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോള് വൈകുന്നേരം അവിഹിത ഗർഭിണിയായിട്ടാണോ വരിക എന്ന് സംശയിക്കേണ്ട സാമൂഹിക ചുറ്റുപാടും. ഇതിന്റെ നടുവിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മീയതയുടെ തീരത്തേക്ക് പണ്ഡിത കേസരികളുടെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ പ്രയാണം നടത്തുന്നത്. പ്രയാസങ്ങളേറിയ ഈ യുഗത്തിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ നിന്റെ ശരീരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പാലിച്ചുകൊണ്ട് വേഷം ധരിച്ച് നീ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് അടിവയറ് കുത്തിക്കീറിയിട്ട് കരട് പുറത്തെടുത്തിട്ട് ചവച്ച് വലിച്ചെറിയപ്പെട്ടിട്ടും തൗഹീദിന്റെ അമരധ്വനി മുഴക്കിയ ഹംസത്തുൽ കറാർ തങ്ങളുടെ കൂലിയ മോനെ തൊപ്പിയിട്ട് തെരുവിലൂടെ നടക്കുമ്പോ, ഭാടി വെച്ച് തെരുവിലൂടെ നടക്കുമ്പോ, ഞെരിയാണിക്ക് മേലെ വസ്ത്രം ധരിച്ചിട്ട് നടക്കുമ്പോൾ ഇസ്ലാമിന്റെ ചര്യകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെയും ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. മുസൈലിമത്തുൽ കള്ളാബിന്റെ കൊട്ടാരത്തിൽ വെച്ച് അവയവങ്ങൾ ഓരോ നറുത്തുമാറ്റിയിട്ട് നബിതങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. ആരാണ് ഉമ്മുമാറയുടെ പൊന്നുമോനോട് ചോദിക്കുകയാണ്, എടാ മുഹമ്മദ് നബി ആരാണ്? അഫ്ളലു ഖൽഖില്ലാഹ്, ഞാൻ ആരാണടാ? മുസൈലിമത്തുൽ കള്ളാബിന്റെ ചോദ്യമാണ്. നീ കള്ളപ്രവാചകനാടാ? അവിടുത്തെ മറുപടിയാണ്, അവിടുത്തെ ഒരു കൈ മുറിക്കപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാരാണ്? ഇളകിയില്ല, ഇളകാത്ത ഈമാനോടെ, ഇടറാത്ത ഇടനെഞ്ചോടെ, പതറാത്ത പാദത്തോടെ, മാറാത്ത മനക്കരുത്തോടെ, പണയം വെക്കാത്ത ആദർശബോധത്തോടെ, രക്തച്ചാലുകളിലേക്ക് വീഴുന്ന സമയത്തും അവിടുന്ന് മാറ്റിവെക്കാത്ത അനുരാഗത്തിന്റെ ഹൃദയ അലമാലകളോടെ ബഹുമാനപ്പെട്ട ഉമ്മുമാറയുടെ പൊന്നുമോൻ പറഞ്ഞു, അഫ്ളലു ഖൽഖില്ലാഹ്,
सबसे औला वाला हमारा नबी सबसे ऊंचा व ऊंचा हमारा नबी सबसे सरवर पे आला हमारा नबी ഉന്നതരിൽ ഉന്നതരായ വരിഷ്ഠരിൽ വിശിഷ്ടരായ മഹാത്മ്യങ്ങളുടെ തിലകമായ വൈശിഷ്ട്യങ്ങളുടെ വിഹായുസായ അനുഗ്രഹത്തിന്റെ ആരാമത്തിലെ അനുഗ്രഹീത ബിന്ദുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെയോടുള്ള പ്രണയം കൊണ്ട് മുസൈലിമത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഓരോ അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രണയം പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഉമ്മു അമാറ ആ മഹാനായ സ്വഹാബിയുടെ കൂലി മോനെ നിനക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടണമെങ്കിൽ ഇസ്ലാമിന്റെ ചര്യയുടെ സംരക്ഷകനാകണം. നമ്മളെല്ലാം മഹബ്ബത്ത് വാദിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുന്നു എന്ന് പറയുന്നവർ, അവകാശവാദങ്ങൾക്ക് നാവധികമുള്ളവർ, വർണ്ണനയുടെ വസന്തങ്ങൾ അടുക്കി പിടിച്ചവർ, പക്ഷേ വസ്തുതയുടെ മധുരമറിയാൻ നിയോഗം കുറഞ്ഞവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രണയം വന്നാൽ എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെയും ഔദാര്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ആഴം കൊണ്ടാണ് അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുത്തത്. കാരണം അവിടുത്തെ മഹ്ബൂബിനെ എതിർത്ത ആളുകൾക്ക് ഭക്ഷണം വേണ്ടാന്ന് മഹ്ബൂബ് തീരുമാനിച്ചാൽ പിന്നെ മഹ്ബൂബിന്റെ ഉടമയായ അല്ലാഹു തആല കൊടുക്കുകയില്ല. അതേ സമയത്ത് അവർക്ക് ഭക്ഷണം തടഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാം നൽകുമ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഈ പരാമർശങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ ഒന്ന് രണ്ട് ചെറിയ വർത്തമാനങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണയുടെ വർഷങ്ങളെ നാളെ നമുക്ക് തുടരാം. ഈ കാരുണ്യത്തിന്റെ പ്രപഞ്ചത്തെ ഞാൻ പറയുന്നതിന്റെ താല്പര്യം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളൊന്ന് പ്രണയിക്കണ്ടയോ? കാരണം നമുക്ക് വേണ്ടി ജീവിച്ച നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. യാ ഹാദിയസ് സഖലൈനി ഹൽ മിൻ ദഅവതി ندعو بها يستيقظ النوام. ലോകത്തിന് മുഴുവനും മനുഷ്യഭൂതവർഗത്തിന് മുഴുവനും അവിടുന്ന് ഹിദായത്തിന്റെ വഴികാട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ കാവൽപ്പടിയിലിരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിനെ ഓർമ്മയില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലീമുല്ലാഹിയായി പരിചയപ്പെടുത്തിയ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ ഗതി എന്താണ്? വലഖദ് അലിംതുമുല്ലദീന തദൗ മിൻകും ഫിസ്സബതി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. സത്യത്തിന്റെ വഴിയിൽ നിന്ന് മാറിയപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവരിൽ ഉണ്ടായിരിക്കെ തന്നെ അവരെ കുരങ്ങന്മാരായി കോലം മറിച്ചിട്ട് അവർക്ക് ശിക്ഷ നൽകുന്നു. നൂഹ് നബി അലൈഹിസ്സലാമോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയല്ലേ, ഫഅൻജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ ثم أغرقنا بعد الباقين. ബഹുമാനപ്പെട്ട നൂഹ് നബി
അലൈഹിസ്സലാമിനെയും സംഘത്തെയും കപ്പലിൽ രക്ഷപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളവര് മുഴുവനും മുങ്ങി മരിച്ചുപോയി. ഇനി ഇങ്ങോട്ട് മാറിയാലോ ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം അവരുടെ എല്ലാം തകർക്കപ്പെട്ടിട്ട് ഫാസ്ബഹൂ ലാ യുറാ ഇല്ലാ മസാകിനുഹും കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. മേഘം വന്നപ്പോ മഴയാണെന്ന് കരുതി കാത്തിരുന്നവരുടെ മുമ്പിലേക്ക് നാശം വിതച്ച് വീടുകളുടെ ഇടങ്ങളല്ലാതെ ബാക്കിയെല്ലാം നഷ്ടമായി പോയ അവസ്ഥയാണ് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെത്.